ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിന് എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ്. ഓക്കേ, ഓക്കെ. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരുപാട് സെൻസിറ്റീവ് ആകാതിരിക്കുക. ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയാ, നിങ്ങൾ സ്വന്തമായിട്ട് ഒരുപാട് വിഷമങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോടും പറയാൻ പറ്റാത്ത കുറച്ച് എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ അത് ഇങ്ങനെ ഉള്ളിലൊതുക്കി ഇങ്ങനെ പൊട്ടുന്ന പോലെ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. ആ ഒരു കാര്യം അതൊന്ന് ഹീൽഡ് ആക്കണം. കാരണം കാണുന്ന ആളുകൾ എല്ലാ പരിപാടികളിലും ഉണ്ട്. ഇപ്പൊ ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്താ പ്രസന്റ് ആണ്. ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും പ്രസന്റ് ആണ്, ഫാമിലിയുടെ ഇടയിലാണെങ്കിലും പ്രസന്റ് ആണ്. എല്ലായിടത്തും നിങ്ങൾ പ്രസന്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരു ആക്റ്റീവ് ഇല്ല. അതായത് മനസ്സുകൊണ്ട് നിങ്ങൾ ആക്റ്റീവ് അല്ല, മനസ്സിൻ്റെ അകത്തൊരു സന്തോഷമില്ല. കാരണം നിങ്ങൾ പാസ്റ്റ് ടെൻസിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ ഉണ്ട്, ഒരു സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ കാരണം നിങ്ങളെ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ, നമ്മൾ നീറി സ്വന്തമായിട്ട് നീറി വിഷമിക്കുമെന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾ നീറുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം നിങ്ങൾക്ക് ദേഷ്യമുണ്ട്. കാരണം നിങ്ങളുടെ ഈ നീറലെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ദേഷ്യത്തിലോട്ടും വരുന്നുണ്ട്. കുറെ നേരം കഴിയുമ്പോൾ ആ ദേഷ്യം മാറും, പിന്നെ നിങ്ങൾ ആ ദേഷ്യം കൊണ്ടുവരും. പിന്നെ അത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ചുപേര് അതൊക്കെ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തിലോട്ട് എല്ലാം സറണ്ടർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം, ദൈവം തന്നെ എല്ലാം ചെയ്യട്ടെ, അങ്ങനെയുള്ള രീതിയിലൊക്കെ വെച്ചിരിക്കുകയാണ്. കുറച്ചുപേര് ഞാൻ തന്നെ അതിന് പ്രതികാരം ചെയ്യും എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുവാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വഴക്കിടുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം ഈ നിങ്ങളോട് തന്നെ ചെയ്യുന്ന വഴക്ക്, പ്രശ്നങ്ങൾ നിങ്ങളുടെ മെന്റൽ, അതായത് മെന്റൽ ഒരു ബുദ്ധിമുട്ടിനും ഫിസിക്കലായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടിനും അത് ഒരിട ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് മാറ്റണം. മനസ്സിലായോ? ആ ഒരു കാര്യങ്ങൾ മാറ്റണം. കാരണം നമ്മൾ പാസ്റ്റ് ടെൻസിൽ നിൽക്കുമ്പോൾ, പാസ്റ്റ് ടെൻസിൽ ചീറ്റിംഗ്, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടിൽ നിങ്ങൾ ഒരു വ്യക്തികളോ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം മാത്രമേ ഉള്ളൂ, മനസ്സ് വേറൊരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് നിങ്ങൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ ജീവിക്കുന്നു. കാരണം മനസ്സ് വേറൊരു സ്ഥലത്താണ്, മനസ്സ് ഒരാളുടെ കയ്യിൽ കൊടുത്തുവിട്ട പോലെയാണ്.
ആ വ്യക്തിയുടെ കൂടെയാണ് മനസ്സ് സഞ്ചരിക്കുന്നത്. ആ വ്യക്തി നിങ്ങൾക്ക് കൂടിയേ തീരൂ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് വീണ്ടും വരണം. നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ എപ്പോഴും വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ആ രണ്ട് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം. പക്ഷേ നിങ്ങൾ വീണ്ടും ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പോകുന്നത് ഒരു മൂടൽ മഞ്ഞിലോട്ടാണ് വീണ്ടും. മനസ്സിലായോ? നമ്മള് അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും കൂടി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രാധാന്യം നൽകുന്നവർക്കും, അതായത് നമ്മൾക്ക് വാല്യൂ, നമ്മൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളോടായിരിക്കണം നമ്മൾ വീണ്ടും വീണ്ടും ചെല്ലേണ്ടത്. ഇത് നിങ്ങൾ വീണ്ടും അതായത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പിടിവിടാതെ നിർത്തുന്നത് ആ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിലോ ആ ഒരു പ്രത്യേക ഒരു കാര്യത്തിലോ ആണ്. ഓക്കെ, നിങ്ങൾ എന്താണ്, ഇത് കുറച്ച് ആളുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഈ രണ്ടുപേര് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞ് കുളമാക്കി വെക്കുക എന്നൊക്കെ പറയില്ലേ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ബന്ധം വന്ന് നിങ്ങളുടെ ഒരു വ്യക്തിബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നശിപ്പിച്ചിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു 3-4 എനർജികൾ പുറത്തുനിന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുള്ളവരോ സംതിങ് പുറത്തുനിന്നുള്ള ആരെങ്കിലും ഒക്കെ ചേർന്ന്, നിങ്ങൾ രണ്ടുപേരും കൂടാതെ, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും കൂടാതെ പുറത്തുനിന്നുള്ള ആളുകളോ ഫാമിലി ആയിരിക്കാം, വേറെ വല്ലരും ആയിരിക്കാം, ചേർന്ന് കുളമാക്കി വെച്ചിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് കൂട്ടത്തോടെയുള്ള ഒരു വഴക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അവസ്ഥ. കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു ഷോക്കിംഗ് തന്ന, അല്ലെങ്കിൽ ഒരു എന്താ, ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും, അങ്ങനെയൊക്കെ നിങ്ങൾ കാത്തിരുന്നു വീണ്ടും മനസ്സൊരു വിഷമത്തിലോട്ട് പോകുന്ന, അല്ലെങ്കിൽ മനസ്സ് ഒരു വിഷമത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ നിങ്ങളിത് പൂർണ്ണമായിട്ടും ഡിവൈന് സറണ്ടർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ചാളുകൾ ഇത് മറക്കാൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ചാളുകൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താ പറയാ, വർക്കിലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലോ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് ഈ ഒരു ചിന്ത മറക്കാനായിട്ട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ചിന്ത മനസ്സിൻ്റെ അകത്തോട്ട് വരാതിരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതായത് നിങ്ങൾ എവിടെയാണോ തോറ്റത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിർത്തിയത്, അവിടെ നിന്ന് നമ്മളൊരു എന്താ പറയാ, എല്ലാ രീതിയിലും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറയില്ലേ, ആ ഒരു സ്റ്റാർ ആയിട്ട് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതായത് നിങ്ങള് സ്നേഹിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് മെന്റലി കണക്റ്റഡ് ആകാൻ, നിങ്ങൾ എന്തും ചെയ്തു കൊടുക്കാൻ, എന്തും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ദൈവം തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് ഓപ്ഷൻസ് ഒന്നും കാണാനായിട്ട് വലിയ മൈൻഡ് ഇല്ല. പല ഓപ്ഷൻസും വരുന്നുണ്ട്, അതിലൊന്നും വലിയ മൈൻഡ് ഇല്ല. നിങ്ങൾക്ക് പഴയതിലോട്ട് ചിന്തിക്കാനാണ്. പക്ഷെ നിങ്ങൾക്ക് പല ഓപ്ഷൻസ്, നല്ല രീതിയിലുള്ള പുതിയ ഒരു ഓപ്ഷൻസും വരുന്നുണ്ട്. എന്നാൽ ഈ നിങ്ങൾ ആരെയാണോ ചിന്തിച്ചത്, നിങ്ങളുടെ ഉറക്കം കെടുത്തിയ വ്യക്തി ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് തന്ന ആരാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതി ഒരവസ്ഥയിലാക്കിയ വ്യക്തി ഏതാണോ, ആ ഒരാളും വരുന്നുണ്ട്, ഒരു പുതിയൊരു കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഓൺ ആൻഡ് ഓഫ് പോലെയാണ്. വരും, പോകും, പിന്നെയും വരും, പിന്നെയും പോകുന്ന ഒരവസ്ഥയാണ്. മനസ്സിലായോ? ഇപ്പൊ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിലും പുതിയ ഒരു ജോലിയുടെ കാര്യം, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ, പുതിയ ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ബേസിലോ, അല്ലെങ്കിൽ പുതിയൊരു കരിയർ സംബന്ധമായിട്ട് പ്രൊഫഷണൽ പരമായിട്ട് ഏതെങ്കിലും ഒരു നല്ല രീതിക്ക് ഇപ്പൊ നിൽക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള
ഒരു സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി മുന്നേറുന്ന ഒരു രീതിയിൽ എന്താ പറയാ, കുറച്ചും കൂടി ഒരു ലൈഫിൽ നല്ല ഒരു കാര്യങ്ങൾ വരാനും നല്ല രീതിക്ക് ചാൻസ് കൂടുതലാണ്. കാരണം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് ദൈവം കൂടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. താൻ പാതി ദൈവം പാതി. പക്ഷേ താൻ പാതി എന്നുള്ളത് നമ്മൾ ചെയ്യണം. ഓക്കെ, യെസ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, നമ്മള് ഇപ്പൊ എന്താ, നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ എന്നും ഇതുപോലെ വിഷമിച്ചിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ സ്ഥിതി ഒന്നും മാറൂലേ, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് എനിക്ക് ഈ ജീവിതകാലം മുഴുവനും ഞാൻ എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുമോ, ഒറ്റപ്പെട്ട് ഞാൻ നിൽക്കേണ്ടി വരുമോ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു കരിയർ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവൂലെന്ന് ഒരു പ്രതീക്ഷ മുഴുവനും, പകുതി പ്രതീക്ഷയിൽ നിൽക്കുന്നവരുണ്ട്, പ്രതീക്ഷ മുഴുവനും പോയവരും ഉണ്ട്. അതിലൊന്നും ഇതാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, താൻ പാതി ദൈവം പാതി എന്നാണ്. നിങ്ങൾ ശ്രമിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തോട്ട് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഫാമിലി, അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ എത്രത്തോളം വിഷമിച്ചോ അത്രത്തോളം നിങ്ങളിലോട്ട് സാമ്പത്തികമായിട്ടും ഇപ്പൊ എന്താ പറയാ, ഒരു സമാധാനപരമായിട്ടും ഒരു അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഹാപ്പിനെസ്, ഒരു ഹാപ്പി ഫാമിലി, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു വ്യക്തിത്വത്തെയാണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലോട്ട് തന്നെ കടന്നു വരികയാണ്. ചിലപ്പോൾ നിങ്ങൾ വരുന്ന ആള് എബ്രോഡ് ആയിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, കാണുന്ന ആളുകൾ ചിലപ്പോൾ എബ്രോഡ് നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നത് ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ്. അപ്പൊ അതൊക്കെ മാറ്റുന്നേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ എന്താ പറയാ, ചിന്തിച്ച് കാട് കയറാതെ, വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഈ വിഷമങ്ങള് അത് സ്ലീപ്പിംഗ് ഡിസോർഡർ ആയിട്ടൊക്കെ വരുമ്പോഴാണ് ഈ എല്ലാവർക്കും എന്താണ് പറയുന്ന പോലെ ഈ ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ പാർട്ടാണ് ജീവിതത്തിന്റെ ഉറക്കം എന്ന് പറയുന്നത്. ഒരു നേരം എന്താ പറയാ, ഒരു നേരത്തെ അന്നമാണെന്നുണ്ടെങ്കിലും അത് കഴിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ഒരു നല്ല കാര്യമാണ്. അപ്പൊ ഈ എന്താ പറയാ, ഉറക്കം അവനവന്റെ ചിന്തകൾ കൊണ്ട് വരുത്തുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്നത് നിങ്ങൾ ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ ചിന്തിക്കുവാണ്, ചിന്ത കൂടുതലാണ്, അതുകൊണ്ടാണ് ഉറക്കം കുറവ് വരുന്നത്. ചിന്ത, അതായത് നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക, ചിന്ത നിങ്ങൾക്ക് പിറ്റേ ദിവസം ചിന്തിച്ചാ പോരെ. അല്ലാതെ ഇപ്പൊ തന്നെ നമ്മൾ ഉറങ്ങണ സമയത്ത് തന്നെ നിങ്ങൾ ഈ ഇത്രയും ചിന്തകളൊക്കെ ചിന്തിക്കുന്നതിന്റെ വല്ല ആവശ്യമുണ്ടോ? കാരണം നിങ്ങൾക്ക് വരുന്നത് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റി നെഗറ്റീവിലോട്ടാവും. നമ്മളുടെ കണ്ണിന് വിശ്രമം വേണ്ടേ? കണ്ണിന് വിശ്രമമില്ല, ഉറക്കമില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഇല്ല. അതായത് ഒരു കാര്യം, അതായത് ഈ എന്താ പറയാ, ഇപ്പൊ ഹൈദരാബാദാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇവിടുന്നേ മേടിച്ചോണ്ടിരിക്കുന്ന അവസ്ഥ, റഷ്യയിലെ കാര്യത്തിന് ഇവിടുന്നേ മേടിക്കുന്ന അവസ്ഥ. ഇവിടുത്തെ കാര്യം വരുമ്പോ ഇവിടെ പേടിച്ചാ പോരെ. അല്ലാതെ നമ്മൾ വല്ലയിടത്തും വല്ല കാര്യങ്ങളും നടക്കുന്നതിന് നമ്മൾ ഇവിടുന്നേ പേടിച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്താ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. എന്ത് കാര്യത്തിനാണ്? ഇപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ പല പരിപാടികളുണ്ടാവും. നമ്മൾ ഈ ഉറക്കം ഒരിക്കലും ഇല്ലാതാക്കരുത്. ആദ്യം ഫസ്റ്റ് ജീവിതത്തിൽ മാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉറക്കം ശരിയാക്കണം. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. ഉറങ്ങുക, ഭക്ഷണം കുറച്ചാണെന്നുണ്ടെങ്കിലും ആസ്വദിച്ച് കഴിക്കുക. വരുന്നത് എന്നെ അടുത്ത് വെച്ച് കാണാന്നേ, ആ മൈൻഡിലിരിക്കുക. അല്ലെ? കേൾക്കുന്നുണ്ടോ? എനിക്കിങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല, അതുകൊണ്ടാണ്. ഇതെന്റെ വേറൊരു സമാധാനം. നിങ്ങൾ വിചാരിക്കും ഇത് പരസ്യത്തിന് വെച്ചേക്കണേണെന്ന്. ഒന്നുമല്ല കേട്ടോ. ഇതേ ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരൂലേ, അപ്പൊ അങ്ങനെ കൊണ്ടുവന്നാണ്. എനിക്ക് ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോ ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ ഇങ്ങനെ കവർ ഉണ്ടാവുമല്ലോ, എല്ലാവരുടെയും കയ്യിൽ. ആ കവറിൽ എന്തൊക്കെയാണെന്ന് അറിയാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവൂല. അങ്ങനത്തെ ഒരു സമാധാനമാണ് ഇത്.
എനിക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടിരിക്കണം. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? അന്ന് എനിക്കുണ്ട്. ചിലപ്പോ ഞാൻ അവരുടെ മുമ്പിലൊക്കെ വെച്ച് തന്നെ തുറന്നു നോക്കും. ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. അങ്ങനത്തെ ഒരു സമാധാനം, മറ്റേ മണിച്ചിത്രത്താഴി പറയണ പോലെ കുംഭം കൊണ്ട് തെക്കനിയിൽ വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അത് ആ സമാധാനം. ഇത് എന്റെ സമാധാനം. ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ്. ആ ആ അതന്നെ അതന്നെ നമ്മൾ പറയുന്നത് തന്നെയാണ് വരുന്നത്. ഓക്കേ. ആ അപ്പൊ അങ്ങനെയാണ് കഥ. ആ ആ ആ ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ ചിരിച്ചോട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചിരി വരുന്നുണ്ടെങ്കിൽ ചിരിക്കും. അല്ലാതെ നിങ്ങൾ വാവുത്തിയിരുന്ന് ഞാൻ എന്തെങ്കിലും വിചാരിക്കും, ഞാനൊന്നും വിചാരിക്കൊന്നുമില്ല. ഞാൻ എന്താ വല്ല കടുവേ വേണം വിചാരിക്കാൻ? നിങ്ങള് ചിരിക്കണമെന്നുണ്ടെങ്കിൽ ചിരിച്ചോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോ ചില ആളുകൾ പൊട്ടി പൊട്ടി ചിരിക്കണതാണ്, ചില ആളുകൾ വാവൊത്തി ചിരിക്കുന്നതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ചിരിച്ചോ. അല്ലാതെ എന്നെ പേടിക്കൊന്നും വേണ്ട. ഞാൻ കടുവയൊന്നുമല്ല. ഞാൻ എന്താ ചാക്കോ മാഷാണോ അല്ലെങ്കിലും? ഒന്നുമില്ല. നിങ്ങൾ ചിരിച്ചോ. നിങ്ങൾ ചിരിക്കാൻ വേണ്ടിയല്ലേ പറയണത്. ചിലത് ചിരിക്കാൻ വേണ്ടിയൊന്നും ആയിരിക്കൂല, ചിലതൊക്കെ ഇങ്ങനെ വായിന്ന് അങ്ങനെ വന്നു പോകുന്നതാണ്. ഓക്കേ, ഒരെണ്ണം കൂടി എടുക്കാം. സൈൻസ് ആൻഡ് റിമൈൻഡേഴ്സ്. ഓക്കെ. അതായത് ചില ആളുകൾ ഏഞ്ചൽ സൈൻസ് വല്ലതും കാണുന്നുണ്ടാകാം, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം. 111, 222, 333, 444 അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം. അതിപ്പം നമ്മൾ കാണണമെന്നും പറഞ്ഞ് നമ്മൾ ആ നമ്പർ പോയി മൊബൈലിൽ അടിച്ച് പോയി കാണുന്നതല്ല. നമ്മള് ആക്സിഡന്റലി കാണൂലേ. ഇപ്പൊ ഏതെങ്കിലും വണ്ടിയുടെ നമ്പർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്ലോക്കിന്റെ ടൈം ആയിരിക്കാം, മൊബൈലിന്റെ ടൈം ആയിരിക്കാം. അത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്തിലാണ്. നിങ്ങളോട് ഏഞ്ചൽസിന് പല കാര്യങ്ങളും റിമൈൻഡർ ആയിട്ട് തരാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. അതായത് നമ്മള് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നു. അപ്പൊ എനിക്ക് മച്ചമ്പീസിനോട് പറയാനുള്ള കാര്യം, നമ്മള് ഇനി നമ്മുടെ ജീവിതത്തിൽ പഴയ കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ചീറ്റിംഗ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾക്ക് വിഷമം തട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. അതായത് നമ്മളൊന്ന് കുറച്ച് നമ്മള് കൈകെട്ടി നോക്കിയിരിക്കേണ്ട കാര്യത്തിലൊന്ന് നോക്കിയിരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ ആരാണ് കളിച്ചത്, നമ്മളുടെ ജീവിതത്തിൽ എന്താണ് അങ്ങനെ സംഭവിച്ചത്, ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മളൊന്ന് പുറകോട്ട് മാറി പതുങ്ങി നിന്ന് നോക്കുക. പതുങ്ങിയൊന്നും വേണ്ട, ഒന്ന് നോക്കുക. ഫോർഗീവ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് നിങ്ങൾ നല്ല രീതിക്ക് പല വ്യക്തികളെയും സ്നേഹിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ കുടുംബത്തിനെ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തിനെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒറ്റക്ക് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വിഷമഘട്ടത്തിലോട്ടാക്കി വിട്ടു. അപ്പൊ അത് നിങ്ങൾക്കത് എന്താ ഒരു ആരോടും ചില ആളുകൾക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, ചില ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ചില ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു ക്ലാരിറ്റി വരുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതൊക്കെ ദൈവത്തിൽ അർപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈന് സറണ്ടർ ചെയ്യുക. നമ്മൾ മാപ്പ് കൊടുക്കാനുള്ളത് മാപ്പ് കൊടുക്കുക. എനിക്കിവിടെ പറയാനുള്ളത്, ഒട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും. മനസ്സിലായോ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ
ദൈവത്തിലോട്ട് വിട്ടുകൊടുക്കാവുന്ന പ്രപഞ്ചം കാണുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരാളുടെ അന്നം മുട്ടിക്കുന്ന രീതി, ഒരാളുടെ തൊഴിലിനെ മുട്ടിക്കുന്ന രീതി, ഒരാളുടെ കുടുംബ ബന്ധം, ഒരാളുടെ വ്യക്തിബന്ധം, അങ്ങനെയുള്ള എന്ത് രീതിയാണെങ്കിലും ചീറ്റ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിലും അത് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് പോകും. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, നമ്മള് വാട്ട് യു ഗിവ് യു ഗെറ്റ് എന്ന് പറയുന്ന പോലെ അത് കിട്ടും. അപ്പൊ അത് നമ്മൾ അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം, എനിക്ക് മറ്റത് ചെയ്യണം, എനിക്ക് മറിച്ചത് ചെയ്യണം, അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മളുടെ മുമ്പിൽ തന്നെ പല കാര്യങ്ങളും പല രീതിയിലും കാണാൻ പറ്റും. കാരണം ചില കാര്യങ്ങളിൽ നമ്മൾ കാഴ്ചക്കാരായിട്ട് കയ്യും കെട്ടി നിൽക്കുക ഗ്യാലറിയിൽ. മനസ്സിലായോ? അപ്പൊ അവിടെ റൊണാൾഡോ കളിക്കും, മെസ്സി കളിക്കും, എംബാപ്പെ കളിക്കും, അങ്ങനെ പല ആളുകളും കളിക്കുന്നത് നമുക്ക് കാണാം. കളിയൊക്കെ നമുക്കിനി കാണാം. ഓക്കെ, അപ്പൊ അവരോടൊക്കെ മാപ്പ് കൊടുക്കുക. കാരണം നമ്മൾ വൈരാഗ്യം വെച്ചോണ്ടിരുന്ന നമ്മളുടെ സോളും നമ്മളുടെ ജീവിതത്തിലുള്ള ആ ഒരു എന്താ പറയാ, നമുക്ക് കിട്ടേണ്ട പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. അപ്പൊ ആ വൈരാഗ്യങ്ങളൊക്കെ മാറ്റി അതൊക്കെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. കാരണം നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കുക. രണ്ട് കൊഞ്ഞനവും കുത്തിയേര്. ഓക്കെ, ഇൻറ്റ്യൂഷൻ ആൻഡ് ഡൗൺലോഡ്സ്, അതാണ്. ഇതൊക്കെ കണക്ഷൻ കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ഇപ്പൊ നമ്മൾ വൈരാഗ്യമാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ സോള് മുഴുവനും വൈരാഗ്യമായിട്ട് മാറുവാണ്. നമ്മൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാണ്. പോസിറ്റീവ് ചിന്തിച്ചാൽ നമ്മളുടെ ജീവിതം പോസിറ്റീവിലായിട്ട് വരും. അതാണ് പറഞ്ഞത്, സ്ലീപ്പിംഗ് ഡിസോർഡർ ആദ്യം മാറ്റുക. സെൻസിറ്റീവായി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എന്താ പറയാ, സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് യൂണിവേഴ്സ് തരും. ഓക്കെ, വൾണറബിലിറ്റി ആൻഡ് ഫ്രീഡം, ജോയ് ആൻഡ് കണ്ടന്റ്മെന്റ്. അതായത് നിങ്ങളുടെ കൂടെ ഒരു ഏഞ്ചൽ പ്രൊട്ടക്ഷൻ, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ താമ്പാതി ദൈവംപാതി. അപ്പം നമ്മള് എന്താ ആക്ഷനിലോട്ട് വരേണ്ട കാര്യങ്ങൾ നമ്മൾ നാളെ നീളെ ആക്കാതെ നമ്മളുടെ ജീവിതത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അതിന്റെ കൂടെ ദൈവം ഉണ്ടാവും. ഓക്കെ, നിങ്ങളിലോട്ട് വരുന്നത് ഒരു ആഘോഷത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം ഒരു വ്യക്തിയെ സ്നേഹിച്ചു, എത്രത്തോളം ഒരു വ്യക്തിയെ നിങ്ങൾ മെന്റലി കണക്ട് ചെയ്ത് വെച്ചോ, അത്രത്തോളം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതേ രീതിയിലുള്ള സ്നേഹം, അതേ രീതിയിലുള്ള ഒരു സമാധാനം. കാരണം നിങ്ങൾക്കൊരു കാര്യമുണ്ട്, ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവര് അതേ അളവിൽ അതേ രീതിയിൽ തിരിച്ചും സ്നേഹം കിട്ടണമെന്ന്. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ല നിർബന്ധമാണ്. കുറച്ച് പൊസസീവ്നെസ്സും കുറച്ച് ഇതൊക്കെ ഉള്ള ആളുകളാണ് കാണുന്നത്. അപ്പൊ അതേ അളവിൽ ഉള്ള സ്നേഹം തന്നെ, അതായത് യൂണിവേഴ്സ് വരുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ചിന്തിക്കണ്ടേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നമുക്ക് വേറെ ഡെക്കിൽ നിന്ന് എടുത്ത് നോക്കാം. യെസ്, ന്യൂ ബിഗിനിങ്സ്. വേറെന്താണ് ഒരേ. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളാണ് വരുന്നത്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടുകള തന്നെ. നമ്മള് വെറുതെ ഈ കരഞ്ഞും കാല് പിടിച്ചും അവിടെ ഇവിടെ ഇരുന്ന് ആലോചിച്ച് വെറുതെ സമയമൊക്കെ കളഞ്ഞ് വെറുതെ ഓരോ നമ്മൾ നാളെ നന്നാകാം, മറ്റന്നാൾ ആകട്ടെ, അതിന്റെ പിറ്റന്നാളാകട്ടെ, അങ്ങനെ ആലോചിക്കാം. ഞാൻ നാളത്തെയും കൂടി ആലോചിച്ചിട്ട് മറ്റന്നാ ശരിയായ പോരെ, ഞാൻ അടുത്ത ആഴ്ച നോക്കട്ടെ, അങ്ങനെയൊന്നും അല്ല. അതൊക്കെ വിട്ടുകള തന്നെ. നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ദൈവം കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഇതൊന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. ഒരിക്കൽ കൂടി പറയുന്നു, പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവരാണെങ്കിൽ എന്നെ കൊണ്ട് ഉള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്തതൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഞാൻ ഉള്ളതേ പറയുള്ളൂ. ഓക്കെ, ഇല്ലാത്തൊന്നും ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 10 കോടി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കുള്ളതേ പറയാൻ പറ്റുള്ളൂ. ഞാൻ നെഗറ്റീവ് കണ്ടാൽ നെഗറ്റീവ് പറയും.
പോസിറ്റീവ് കണ്ട പോസിറ്റീവ് പറയും. ആ പണിയേ എനിക്കുള്ളൂ. ഓക്കെ. കാരണം നമ്മൾ ഒരാളുടെ ലൈഫ് വെച്ച് കളിക്കാൻ പാടില്ലല്ലോ. നമ്മൾ നെഗറ്റീവ് കണ്ട ഇന്നതുപോലെയാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞുതരും. പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ആ ഇങ്ങനെയാണ് പോസിറ്റീവ്, നല്ല നല്ല കാര്യങ്ങളുണ്ടെന്ന് പറയും. അപ്പൊ ഇത് നിങ്ങളുടെ കരിയറിനെ പറ്റി ചോദിച്ചാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ചോദിച്ചാലും ഉള്ളതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.